നമസ്കാരം. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ നേടിയ മുന്നേറ്റത്തിൽ ആഹ്ലാദം പങ്കുവച്ചും പാർട്ടി പ്രവർത്തകരെ അഭിനന്ദിച്ചും വോട്ടർമാരോട് നന്ദി പറഞ്ഞും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കും എൻ.ഡി.എക്കും വേണ്ടി വോട്ട് ചെയ്ത കേരളത്തിലുടനീളമുള്ളവർക്ക് നന്ദി അറിയിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി എൻ.ഡി.എക്ക് ലഭിച്ച ജനവിധി കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക നിമിഷമാണെന്ന് പ്രധാനമന്ത്രിയുടെ എക്സ് പോസ്റ്റിൽ കുറിക്കുന്നു. കേരളം എൽ.ഡി.എഫിനെയും യു.ഡി.എഫിനെയും കൊണ്ട് പൊറുതിമുട്ടിയെന്നും മോദി കുറിച്ചു. നല്ല ഭരണം കാഴ്ചവെക്കുന്നതിനും വികസിത കേരളം കെട്ടിപ്പടുക്കുന്നതിനുമുള്ള ഒരേയൊരു വഴിയായാണ് അവർ എൻ.ഡി.എയെ കാണുന്നതെന്നും മോദി കൂട്ടിച്ചേർത്തു. എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രിയുടെ എക്സ് പോസ്റ്റ് ഇങ്ങനെ: നന്ദി തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി എൻ.ഡി.എക്ക് ലഭിച്ച ജനവിധി കേരള രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവാണ്. സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രമേ പൂർത്തീകരിക്കാൻ കഴിയൂ എന്ന് ജനങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ ഊർജ്ജസ്വലമായ നഗരത്തിന്റെ വളർച്ചയ്ക്കും ജനങ്ങൾക്ക് ഈസ് ഓഫ് ലിവിംഗ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ പാർട്ടി പ്രവർത്തിക്കും. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി എൻ.ഡി.എ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത കേരളത്തിലെ ജനങ്ങളോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. യു.ഡി.എഫിനെയും എൽ.ഡി.എഫിനെയും കേരളത്തിനും അടുത്തു. നല്ല ഭരണം ഉറപ്പാക്കാനും എല്ലാവർക്കും അവസരങ്ങളുള്ള ഒരു വികസിത കേരളം കെട്ടിപ്പടുക്കാനും കഴിയുന്ന ഏക ഓപ്ഷൻ എൻ.ഡി.എ മാത്രമാണെന്ന് അവർ കാണുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നീണ്ട 40 വർഷത്തെ ഇടതുഭരണത്തിന് തിരശ്ശീലയിട്ടാണ് ബി.ജെ.പി ഭരണം പിടിക്കുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലം ഇടതുപക്ഷം ചെങ്കോട്ടയായി കാത്ത തിരുവനന്തപുരത്ത് ഇക്കുറി കനത്ത തേരോട്ടമാണ് ബി.ജെ.പി നടത്തിയിരിക്കുന്നത്. എൽ.ഡി.എഫിനെയും യു.ഡി.എഫിനെയും ഏറെ പിന്നിലാക്കി 50 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി എൻ.ഡി.എ മുന്നിലുണ്ട്. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് ബി.ജെ.പിക്ക് കയ്യിലുണ്ടായിരുന്നത് വെറും 7 സീറ്റുകൾ മാത്രമാണ്. അവിടെ നിന്ന് 35 ഉയർത്തിയപ്പോൾ തലസ്ഥാനത്തെ CPM-ഉം കോൺഗ്രസും ഒരുപോലെ ഞെട്ടി. കോൺഗ്രസ് പിന്തുണയോടെ CPM നഗരസഭ ഭരിച്ചു. 5 വർഷങ്ങൾക്കപ്പുറം 2020 വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബി.ജെ.പിക്ക് വീണ്ടും ലഭിച്ചത് 35 സീറ്റുകൾ മാത്രം. തലസ്ഥാനത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി വിമാനമിറങ്ങുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ച് സ്വീകരിക്കാൻ ഒരു ബി.ജെ.പി മേയർ എത്തുന്നത് കഴിഞ്ഞ 10 വർഷമായി ബി.ജെ.പിയുടെ സ്വപ്നമാണ്. 7 സീറ്റിൽ നിന്നും 10 വർഷം കൊണ്ട് ഒറ്റയ്ക്ക് കേരളത്തിന്റെ തലസ്ഥാന നഗരം ഭരിക്കാനുള്ള ശക്തിയായി മാറിയതിനു പിന്നിൽ ചിട്ടയായ പ്രവർത്തനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും കഥ കൂടിയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നതടക്കം പ്രചാരണത്തിൽ ആവർത്തിച്ചു പറഞ്ഞാണ് ബി.ജെ.പി വോട്ട് നേടിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടെണ്ണൽ അവസാനിക്കുമ്പോൾ കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് ബി.ജെ.പി. കേവല ഭൂരിപക്ഷത്തിന് ഒരു അംഗത്തിന്റെ മാത്രം കുറവ്. വിഴിഞ്ഞത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് കോർപ്പറേഷനിൽ 100 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 50 ബി.ജെ.പി വിജയം ഉറപ്പിച്ചു. 29 സീറ്റുമായി എൽ.ഡി.എഫ് രണ്ടാമതും 19 സീറ്റുമായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി മൂന്നാമതുമുണ്ട്. വിജയിച്ച 2 പേർ സ്വതന്ത്രരാണ്. തിരുവനന്തപുരത്തിന് പുറമെ ചരിത്രത്തിലാദ്യമായി തൃപ്പൂണിത്തുറ നഗരസഭയിലും എൻ.ഡി.എ ഭരണം പിടിച്ചു. തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി.ജെ.പിയുടെ മിന്നും വിജയം. 21 സീറ്റുകൾ എൻ.ഡി.എ ഇവിടെ നേടി. എൽ.ഡി.എഫ് 20 സീറ്റും യു.ഡി.എഫ് 16 സീറ്റുമാണ് നേടിയത്. കാലങ്ങളായി എൽ.ഡി.എഫും യു.ഡി.എഫും മാറി മാറി ഭരിച്ചിരുന്ന നഗരസഭയാണ് തൃപ്പൂണിത്തുറ. നിലവിൽ എൽ.ഡി.എഫ് ആണ് നഗരസഭ ഭരിക്കുന്നത്. ഇഞ്ചോടിച്ച് മത്സരം നടന്ന നഗരസഭയിൽ ബി.ജെ.പി ശക്തമായ പ്രചാരണമാണ് നടത്തിയത്. പാലക്കാട് നഗരസഭയിലും ബി.ജെ.പി ഭരണം നിലനിർത്തിയിരുന്നു. എൻ.ഡി.എ 25 സീറ്റിലും യു.ഡി.എഫ് 18 സീറ്റുകളിലും എൽ.ഡി.എഫ് 9 സീറ്റുകളിലുമാണ് പാലക്കാട് മുന്നേറുന്നത്. പാലക്കാട് നഗരസഭയിൽ 25 സീറ്റുമായി ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി. കോട്ടയം ജില്ലയിലും ബി.ജെ.പി നേട്ടമുണ്ടാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിടങ്ങൂർ, പൂഞ്ഞാർ, തെക്കേക്കര, ഐമനം പഞ്ചായത്തുകളാണ് ബി.ജെ.പി നേടിയത്. കഴിഞ്ഞ തവണ ഐമനം പഞ്ചായത്തിൽ 7 വാർഡുകളിൽ വിജയിച്ചിരുന്ന ബി.ജെ.പി ഇത്തവണ 9 സീറ്റുകൾ നേടി. പി.സി ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും സ്ഥലമായ പൂഞ്ഞാർ തെക്കേക്കരയിൽ ആകെയുള്ള 15 സീറ്റുകളിൽ 8 സീറ്റുകൾ നേടിയാണ് ബി.ജെ.പി ഭരണം പിടിച്ചത്. എൽ.ഡി.എഫ് 5-ലും യു.ഡി.എഫ് 2 സീറ്റിലുമാണ് വിജയിച്ചത്. കിടങ്ങൂർ പഞ്ചായത്തിൽ 7 സീറ്റ് നേടിയാണ് ബി.ജെ.പി ഭരണം പിടിച്ചത്. യു.ഡി.എഫ് 5 സീറ്റിലും എൽ.ഡി.എഫ് 4 സീറ്റിലും വിജയിച്ചു. 2020 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ 2ാം സ്ഥാനത്തായിരുന്നു.